for double murder that's been reported in Kerala's Pathanamthitta. This is all part of an to the Kerala human sacrifice case. We are being told all the three accused. കൊലപാതക കേസിൽ പ്രതിയും ഭർത്താവുമായ ഭഗവത് സിംഗിന്റെ പ്രതികളായ ഷാഫി ഭഗവത് സിംഗ് എന്നിവരുമായി കേസിലെ മുഖ്യപ്രതി ഷാഫിയുടെ കേരളത്തെ നടുക്കിയ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശം. കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിൽ രണ്ടാമത്തെ ഹൃദയത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുഴുവൻ കത്തി കൊണ്ട് മറിഞ്ഞു. ഇരകൾ പിടഞ്ഞ് മരിക്കുന്നത് നരബലി. ഒതുങ്ങിയെന്ന് ഇനിയും പറയാറായിട്ടില്ല. ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നു. ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ബാക്കിയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങോട്ടാ പോകുന്നത്. എലന്തൂർ പോയാലോ? ഞങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തമാശക്ക് പറഞ്ഞാണ് ഞങ്ങളിവിടെ ഒരു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു കാണുമല്ലോ. അതിൽ നമ്മൾ ചിലന്തിയമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ വെറുതെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം എലന്തൂർ പോയി ഒരു വീഡിയോ എടുത്താലോ എന്ന് വെറുതെ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒന്ന് കയറി എടുത്താലോ എന്നാണ്. ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇലന്തൂർ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോവുകയാണ്. ഒന്ന് പോയി നോക്കാം. ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയ അല്ലേ? വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞൊരു റോഡാണ്. ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി ഒഴിഞ്ഞൊരു സ്ഥലമാണ്. വലിയ വീടുകളോ അധികം വീടുകളുണ്ട്. എന്നാലും അടുപ്പിച്ചടുപ്പിച്ച് അത്രയും വീടുകളില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഈ വഴി തന്നെയാണ് തോന്നുന്നു എനിക്ക്. നമുക്ക് എന്തായാലും പോയി നോക്കാം. പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വരേണ്ട വരും. ഇവിടെ ഏതോ മുന്നോട്ട് പോകട്ടാ. ഇവിടെയാണ് സംഭവം. ഈ വീടിന്റെ അപ്പുറത്തുള്ള വഴി കൂടാണ് പോകേണ്ടത്. ഈ വീട് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഇലന്തൂര് കൊലപാതകം നടന്ന ഭഗവത് സിംഗിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ ഭഗവത് സിംഗിനെ പിടിക്കാൻ ഇവരെ കൊടുക്കാൻ കാരണമായത് ഈ പുറകിൽ കാണുന്ന വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നാണ്. ആ ക്യാമറയിലാണ് ഇവിടെ ആൾക്കാർ വന്നതായിട്ട് അവിടെയുള്ള ജോസ് എന്ന് പറയുന്ന ചേട്ടൻ പറയുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിനെ ഞെട്ടിപ്പിച്ച ഒരു വലിയൊരു കൊലപാതകങ്ങളുടെ ഒരു കുരുക്ക് അഴിയുന്നത്. ഇതിവരുടെ കാവാണേ. ഇപ്പോൾ കാവൊക്കെ ശരിക്കും കാട് കയറി, ശരിക്കും എപ്പോഴാണ് കാവായത്, എല്ലാം കാട് കയറി നശിച്ചിരിക്കുകയാണ്. അന്ന് പോലീസിന് ഹെൽപ്ഫുള്ളായത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. ഈ വീട്ടിൽ നിന്നുള്ള CCTV എന്നുള്ള ദൃശ്യങ്ങളാണ് അന്ന് കിട്ടിയത്. ഇതായിരുന്നു ഭഗവത് സിംഗിൻ്റെ തിരുമുകേന്ദ്രം. എൻ്റെ അമ്മ, ഇതിൻ്റെയൊക്കെ ആടം കാട് പിടിച്ച് കിടക്കുക. ഹെൽമറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇത് നോക്കി. പിന്നാണ് ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ നോക്കി. ഇരുട്ട് മൂടി കിടക്കുവാണേ. ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാട് പിടിച്ച് കിടക്കുവാണ്. പക്ഷെ എൻ്റെ പൊന്നു, ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തിരുമുകേന്ദ്രം. ഇവിടെ പോലീസ് അവിടെ കെയറില്ലെന്ന് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഈ പ്രദേശം ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. നോക്കി എന്ത് കാട് പിടിച്ചാണ് കിടക്കുന്നതെന്ന്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗവത് സിംഗിൻ്റെ തിരുമ കേന്ദ്രത്തിലാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് കിടക്കുകയാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നു. ഒരു ദേ ഈ കാണുന്നതാണ് കാവ്. ഇവിടെ ഒരു കാവുണ്ട്, നിങ്ങൾ കണ്ടോ. ഇവിടെയൊക്കെ ആരാധനയൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ എന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകം പോലെ ഒന്ന് കാണണമെന്ന്. എങ്ങനെയുണ്ടോ അവിടെ ദുരൂഹ? ഒരു കാലത്ത് കേരളം ഞെട്ടലോടെ കേട്ടൊരു സംഭവം. ജനലൊക്കെ പൊളിച്ചൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ജനലും കാര്യങ്ങളൊക്കെ പൊളിച്ച് ഇട്ടിരിക്കുക. ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഹെൽമറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇരിപ്പുണ്ട്. ഒക്കെ കാണാമോ എന്ന് എനിക്കറിയില്ല. എന്താ കട്ടിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതാ പൊന്നെ. അപ്പോൾ ഇവിടെയാണ് കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂർ കൊലപാതകം നടന്നത്. ഇവിടെ കിണറുണ്ട് കേട്ടോ. ഈ കിണറിലെ മോട്ടറൊക്കെ കളവ് പോയെന്നാണ് പറഞ്ഞു കേട്ടത്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, രാത്രിയിലൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അത് കാരണം മോഷണമൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫർ എന്താല്ലേ? ഇവിടെ പോലീസ്, ഇവിടെ ഒരു മഗ്, ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. മിക്കവാറും ഇത് ഭഗവത് സിംഗിൻ്റെ ചെരുപ്പായിരിക്കും. ഇവിടെ പോലീസ് ഇതൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇവിടെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ, ഒന്നും പറയണ്ട ദൈവമേ. അപ്പോൾ ഈ വീടിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടോ. ഇലന്തൂർ കൊലപാതകം നടന്ന വീടിതാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമുക്ക് എന്താണ് പറയാൻ പോലും താല്പര്യമില്ലാത്തതാണെങ്കിലും പറയുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പത്മം റോസ്ലി എന്ന് പറയുന്ന 2 യുവതികളെ സിനിമയിൽ അഭിനയിപ്പിക്കുക, അതായത് നീലച്ചിത്രത്തിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിക്കുകയും ഇവിടെ വെച്ച് ക്രൂരമായ പീഡനം, ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അവരെ പല കഷണങ്ങളാക്കി വെട്ടിക്കണ്ടിച്ച് ഈ വീടിൻ്റെ പല പരിസരത്തുമായിട്ട് കുഴിച്ചിടുകയുമാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് തന്നെ അവർ ഈ മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് വരെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയാൻ എനിക്കും താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നമുക്കൊരു അല്ലേ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ നമുക്കിനി ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തതോ അവിടെ നിന്നാണ്, ആ ഭാഗത്താണ്. അപ്പം നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെയാണ് ഒരാളുടെ ബോഡി കണ്ടെടുത്തത്. കണ്ടോ, ഇവിടെ എല്ലാം കാട് മൂടി കിടക്കുകയാണ്. അതോ ആ കാണുന്ന ഭാഗത്താണ് കുഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരാളുടെ കിട്ടി. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ദേ ആനന്ദ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് താഴോട്ട് പോകണം. താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരാളുടെ ബോഡി കിട്ടിയിരുന്നു. അത് ഇവിടെ നിന്ന് താഴോട്ട് പോയി ഇവിടെയോ ആണ് കുഴി. പക്ഷെ ഇപ്പം ഈ കാട് കയറി ഇതെല്ലാം മൂടിക്കിടക്കുകയാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ പോലീസ് ദേ ഒരു കുഴി ഇവിടെയാണ്. കണ്ടോ, ഒരാളെ കിട്ടിയത് ഇവിടെ നിന്നും, ഒരാളെ കിട്ടിയത് നമ്മളെ കാണുന്ന ആ വീടിൻ്റെ സൈഡ് ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ നിൽക്കാൻ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. ഈ കാവും മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഭഗവത് സിംഗിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ക്രൂരതകൾ ഈ സ്ത്രീകളെടുത്ത് കാണിച്ചത് ഷാഫിയും ലൈലയും ചേർന്നാണ്. ഈ കാര്യങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഇനിയും എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാം എന്ന് കരുതി മാത്രം വന്നതാണ്. ശരിക്കും ഇവർക്ക് സംഭവിച്ചു പോയ ഷാഫി എന്ന് പറയുന്ന ഒരാൾ ഒരു ശ്രീദേവി എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇവരെ വലയിൽപ്പെടുത്തുകയും അങ്ങനെ ഇവരെ ഈ പറയുന്ന സ്ത്രീകളെ ഇങ്ങനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഐശ്വര്യമൊക്കെ ലഭിക്കും, സമ്പൽ സമൃദ്ധി വരും, വീടിന് ഐശ്വര്യമൊക്കെ വരുമെന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ച പരിപാടിയാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ഐശ്വര്യവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് കഷ്ടമാണ്. ശരിക്കും കാട് പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു കാട് പിടിച്ചിട്ട് വല്ലാണ്ട്. ഒന്നാമത്തെ സാമൂഹ്യ വിരുദ്ധ, ശരിക്കും മരിച്ചു പോലെയല്ല നമ്മൾ പേടിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് പേടിക്കുന്നത്. കാരണം സാമൂഹ്യ വിരുദ്ധർ ഭയങ്കരമായിട്ട് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറയുന്നത് കേട്ടത്, അയൽക്കത്തുള്ള ജോസ് എന്ന് പറയുന്ന ചേട്ടൻ പറയുന്നത് കേട്ടത്, രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ആൾക്കാർ എന്ത് ഉദ്ദേശത്തിലാണ് സ്ഥലത്തുനിന്ന് ഞങ്ങൾ എന്തുമായാലും ഇവിടെ നിന്ന്
പോവുകയാണ്. ഇത് ഇവരെ കിണറൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ ഇനി ഇതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. കപ്പിയൊക്കെ ഉണ്ട്. ഈ കിണറിൻ്റെ മോട്ടർ വരെ അടിച്ചുകൊണ്ട് പോയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതോ നടക്കുന്നതോ ആയ സ്ഥലങ്ങളിലൊക്കെ ഇനി ബോഡികളുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അല്ലായിരുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും നോക്കി ഇവിടെ ഒന്നും നമുക്കറിയത്തില്ല. ഇതാണ് പുള്ളിയുടെ തിരുമാലയത്തിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ ശരിക്കും ബ്ലഡിൻ്റെ അംശമൊക്കെ ഭിത്തിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. എന്തൊരു കാഴ്ചകളാണ് ഇല്ലേ, ഭയങ്കര ഭീകരമായൊരു കാഴ്ചകളാണ്. കാട് പിടിച്ച് ഇത് കണ്ടോ, നിങ്ങൾ കാണുമോ എന്നറിയില്ല. ആ ഭിത്തിയിൽ കാണുന്നത് ബ്ലഡ് സ്റ്റെയിനുകളാണ് കേട്ടോ. ബ്ലഡിൻ്റെ പാടുകളാണ്, കറുത്ത് ഉണങ്ങിയിരിക്കുകയാണ്. എന്തൊരു കഷ്ടം. ഇതിൻ്റെ അകത്തിട്ടും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിട്ടേക്കാം പോയേക്കാം. എത്ര അറിയാത്ത ഇന്നത്തെ കേസാണല്ലോ. ഇത്ര അറിയാത്ത ഇതുപോലെ മനുഷ്യന്മാരെ മഴയായി ഇവിടെ സീരിയസ്ലി പറഞ്ഞാലേ ഇതുപോലെ എത്ര ആൾക്കാർ ഇതുപോലെ അവർക്ക് അത് കിട്ടി ഇത് കിട്ടും നമ്മൾ എത്ര പേരെ കൊന്നതാണ്. ശരി, ഒരു കൊലപാതകം നടന്ന വീടിൻ്റെ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ വല്ലാത്ത മൈൻഡേ ഫുള്ളങ്ങ് മാറിപ്പോയല്ലേ. ഭയങ്കര ഒരു വല്ലാത്തൊരു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് വന്നതല്ല. അപ്പോൾ ഞാൻ 1 വർഷം ആയതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോയുമായിട്ട് നിങ്ങളെ കാണല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.